എല്ലാവർക്കും കേരള PSC ടെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അയിരുകളും ധാതുക്കളും എന്നുള്ള മൊഡ്യൂളിലെ പ്രകാരമുള്ള ക്ലാസ്സാണ്. ഇതിലാകെ നമുക്ക് ഒരേ ഒരു ചാപ്റ്ററേ പഠിക്കാനുള്ളൂ. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 4ാമത്തെ അധ്യായമായ ലോഹ നിർമ്മാണം എന്നുള്ള ചാപ്റ്ററാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ കുറേ പോയിൻറ്റുകൾ വരുന്ന ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററാണ്. അപ്പോൾ കുറച്ച് വലിയ ചാപ്റ്റർ ആവുന്നുണ്ട്. കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാപ്റ്ററാണ്. പക്ഷേ ഇതിൽ കൂടുതൽ ഓരോ ഒഴിവാക്കാൻ കഴിയാത്ത കുറേ പോയിൻറ്റുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഒരു പാർട്ടിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് 2 പാർട്ടാക്കി ചെയ്യാം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ 2 പാർട്ടിലേക്ക് ഇല്ല, പക്ഷേ എങ്കിലും കൂടി നമുക്ക് 2 പാർട്ടാക്കി ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ നമുക്ക് 1 മണിക്കൂറിൻ്റെ അടുത്ത് ലെങ്ത്ത് ഒന്ന് കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 4ാം അധ്യായമായ ലോഹ നിർമ്മാണം എന്നുള്ള ചാപ്റ്ററാണ്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ള ചാപ്റ്ററാണ് ഇത്. അലുമിനിയത്തിൻ്റെ അയിരേത്, അതേപോലെ സിങ്കിൻ്റെ അയിരേത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ ഖാദി ബോർഡ് പ്രിലിംസ് 4ാം ഘട്ടത്തിൽ ചോദിച്ച എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളാണ് അല്ല എന്നുള്ള പ്രസ്താവനയൊക്കെ വന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ലോഹ നിർമ്മാണം നമുക്കറിയുന്ന പോലെ തന്നെയാണ്. ലോകത്തെ മാറ്റിമറിച്ച കണ്ടെത്തലുകളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണെന്ത്? ലോഹത്തിൻ്റെ കണ്ടുപിടുത്തം. ലോഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അതുവരെയുള്ള എല്ലാ ഗതിവിധികളും മാറ്റിമറിച്ച ഒരു വിപ്ലവകരമായ കണ്ടുപിടുത്തം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കണ്ടുപിടുത്തമാണിത്, ലോഹങ്ങളുടെ കണ്ടുപിടുത്തം. ചരിത്ര വഴികളിൽ ലോഹയുഗങ്ങളായി തന്നെ ഇവ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം, അതിനുശേഷം പിന്നെ ലോഹയുഗങ്ങളെ നമ്മൾ വെങ്കലയുഗം, അങ്ങനെയൊക്കെ നമ്മൾ അതുപോലെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ലോഹങ്ങൾ കണ്ടെത്തിയ ഒരു യുഗത്തെ ആ ലോഹയുഗം തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓരോ ലോഹങ്ങളും ആകുമ്പോൾ വെങ്കലം കണ്ടെത്തിയതിനെ വെങ്കലയുഗം അങ്ങനെ നമ്മൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മൃഗങ്ങളെ വേട്ടയാടാനും ആഹാര സമ്പാദനത്തിനുമായി കൂർത്ത ശിലകളും മരക്കമ്പുകളും ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് ലോഹ ഉപകരണങ്ങൾ വന്നതോടെ അധ്വാന ഭാരം ലഘൂകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ലഘൂകരിക്കപ്പെട്ടു അധ്വാന ഭാരം. അതുപോലെ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും അഭിവൃദ്ധിപ്പെടാൻ ലോഹങ്ങൾ കാരണമായി. മൊട്ടുസൂചി മുതൽ വിമാനം വരെയുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇരുമ്പും, അതുപോലെ നിത്യജീവിതത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചെമ്പ്, അലുമിനിയം, അതുപോലെ തന്നെ നമ്മൾ ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം, വെള്ളി, പ്ലാറ്റിനം എല്ലാം ലോഹങ്ങളിൽ പെടുന്നതാണ്. ഈ പറയുന്ന എല്ലാതും ലോഹങ്ങളാണ്. അപ്പോൾ നമ്മുടെ സമസ്ത മേഖലകളിലും നമ്മൾ ലോഹം ഉപയോഗിക്കുന്നുണ്ട്. നാമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഓരോരോ ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നിത്യജീവിതത്തിൽ സ്ഥിരവും ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്ന എല്ലാ സാധനങ്ങളും ലോഹങ്ങളതാണ്. അപ്പോൾ ലോഹങ്ങളെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ബേസിക് കാര്യങ്ങൾ അവിടെ പറഞ്ഞു എന്നുള്ളൂ. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലോഹം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നും അതിൻ്റെ കണ്ടുപിടുത്തം എങ്ങനെയൊക്കെ മാറ്റിമറിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോഹത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്താവസ്ഥയിലും ക്രിയാശീലം വളരെ കുറഞ്ഞ പ്ലാറ്റിനം, സ്വർണം പോലുള്ള ലോഹങ്ങൾ സ്വതന്ത്രാവസ്ഥയിലും കാണപ്പെടുന്നു. അപ്പോൾ ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? സംയുക്താവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സംയുക്താവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ക്രിയാശീലം കുറഞ്ഞവയായ പ്ലാറ്റിനം, സ്വർണം തുടങ്ങിയ ലോഹങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? സ്വാതന്ത്ര്യാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ക്രിയാശീലം കുറഞ്ഞ പ്ലാറ്റിനം, സ്വർണം പോലുള്ള ലോഹങ്ങൾ സ്വതന്ത്രാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സംയുക്താവസ്ഥയിലും ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ അത് സ്വതന്ത്രാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. എന്താണ് ധാതുക്കൾ എന്ന് പറഞ്ഞാൽ? ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെയാണ് നമ്മളെന്ത്
ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ. അപ്പോൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ ഏതവസ്ഥയിൽ കാണുന്നു? സംയുക്താവസ്ഥയിൽ. ക്രിയാശീലം കുറഞ്ഞ പ്ലാറ്റിനം, സ്വർണം എന്നിവയൊക്കെ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? സ്വതന്ത്രാവസ്ഥയിലാണ്. എന്താണ് ധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ഇത്രയും സംഭവം ഇതിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരേ ലോഹം അടങ്ങിയ അനേകം ധാതുക്കളുണ്ടാവും. അപ്പോൾ ധാതുക്കളുടെ ഒരു പ്രത്യേകത എന്താണ്? ധാതുക്കൾ നമ്മൾ പറഞ്ഞു ലോഹ സംയുക്തങ്ങളെയാണ് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ നമ്മൾ ധാതുക്കൾ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരേ ലോഹം അടങ്ങിയ അനേകം ധാതുക്കളുണ്ടാവും. ഈ ധാതുക്കളിൽ തന്നെ ഒരേ ലോഹങ്ങൾ അടങ്ങിയ വിവിധ തരം ധാതുക്കളുണ്ടാവും. അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അലുമിനിയത്തിൻ്റെ ചില ധാതുക്കളാണ് ഏതൊക്കെ? ഒന്ന് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. അലുമിനിയത്തിൻ്റെ ധാതുക്കൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. നമുക്ക് സാധാരണ ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളിലും ഓപ്ഷനിൽ നമുക്ക് ബോക്സൈറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. അലുമിനിയത്തിൻ്റെ അയിര് ഏത് എന്നുള്ള ചോദ്യത്തിന് ഓപ്ഷനിൽ നമുക്ക് ബോക്സൈറ്റ് എന്നാണ് തന്നത്. പക്ഷേ കോമ്പറ്റീഷൻ കൂടുന്ന അവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ PSC ഈ ബോക്സൈറ്റ് എന്ന ഓപ്ഷനിന് പകരം ക്രയോലൈറ്റ്, കളിമണ്ണ് എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ ഏത് ഓപ്ഷൻ വന്നാലും അത് അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അലുമിനിയത്തിൻ്റെ ധാതുവിന് ഉദാഹരണം ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ പ്രതീക്ഷിക്കാം. അലുമിനിയത്തിൻ്റെ ധാതു ഏത് എന്ന് ചോദിച്ചാൽ അതിൽ ബോക്സൈറ്റ് ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ചിലപ്പോൾ ഓപ്ഷനിൽ നമുക്ക് ക്രയോലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ക്രയോലൈറ്റ് ഉണ്ടെങ്കിൽ ക്രയോലൈറ്റ് നമ്മൾ ടിക്ക് ചെയ്യണം. കളിമണ്ണാണെങ്കിലോ കളിമണ്ണ് നമ്മൾ ബബിൾ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ 3 എണ്ണം ഓർത്തിരിക്കുക. അലുമിനിയത്തിൻ്റെ ധാതുക്കൾ എന്തൊക്കെയാണ്? ബോക്സൈറ്റ് അല്ലാതെ, ബോക്സൈറ്റ് പൊതുവെ എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടി ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. ഓക്കെ. നമ്മളൊരു ലൈറ്റ് കൊണ്ട്, ഒരു ബോക്സും ലൈറ്റും കൊണ്ട് കുട്ടികൾ കളിമണ്ണിൽ കളിക്കാൻ പോകുമല്ലോ, അല്ലെങ്കിൽ മണ്ണിൽ കളിക്കാൻ പോകുമല്ലോ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മളെ വീട്ടിലൊരു കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്തു? ഒരു കടലാസ് ബോക്സ് അല്ലെങ്കിൽ ഒരു ബോക്സും അതിൽ കുറച്ച് ലൈറ്റുകളൊക്കെ പെറുക്കിയിട്ട് മണ്ണിലേക്ക് കളിക്കാൻ പോയി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതാണ് എന്ത്? അലുമിനിയത്തിൻ്റെ ധാതു. ഏതൊക്കെയാണ്? ഒന്നുകൂടി പറയാം. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. ഇനി ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ വേണം? അപ്പോൾ ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സുലഭമായിരിക്കണം. അത് സുലഭമായി ലഭ്യമാകുന്ന ധാതു ആയിരിക്കണം. രണ്ടാമത്തെ ധാതു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതാവണം. അതുപോലെ ലോഹത്തിൻ്റെ അംശം കൂടിയതായിരിക്കണം. അപ്പോൾ നമ്മൾ ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് പ്രധാനമായും 3 പ്രത്യേകതകളാണ് വേണ്ടത്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സുലഭമായിരിക്കണം. അത് സുലഭമായി ലഭിക്കുന്ന സാധനമായിരിക്കണം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എളുപ്പത്തിലും അതേപോലെ ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതാവണം. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോഹത്തിൻ്റെ അംശം കൂടിയിരിക്കണം. ലോഹത്തിൻ്റെ അംശം എന്ത് ചെയ്യണം? കൂടുതൽ കൂടിയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് സുലഭമായിരിക്കണം എന്നുള്ളത് സുലഭമായിരിക്കില്ല എന്ന് ചിലപ്പോൾ തെറ്റിച്ച് തരാം. അതേപോലെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കപ്പെടുന്നതാവണം എന്നുള്ളത് എന്ത് ചെയ്യും? ചെലവ് കൂടിയ രീതിയിൽ എന്ന് ചിലപ്പോൾ വരാം. അല്ലെങ്കിൽ എളുപ്പത്തിൽ നിന്നുള്ളത് പ്രയാസത്തിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ ലഭ്യമാവാത്ത എന്നൊക്കെ പറഞ്ഞിട്ടും വരാം. പിന്നെ ലോഹത്തിൻ്റെ അംശം കൂടിയിരിക്കണം എന്നുള്ളത് ലോഹത്തിൻ്റെ അംശം കുറഞ്ഞിരിക്കണം എന്നൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ തെറ്റിച്ച് തരാം. അപ്പോൾ പോയിൻ്റ് നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് അഥവാ ഓറ് എന്ന് വിളിക്കാം. എന്താണ് അയിര്? ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ആ ലോഹത്തിൻ്റെ അയിര് അഥവാ ഓറ് എന്ന് വിളിക്കും. അയിര് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഓറ് എന്ന് വിളിക്കും. അപ്പം നമ്മൾ
ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആ ധാതുക്കളിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ എന്ത് നമ്മൾ വിളിക്കും? ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കും. ഒന്നും കൂടി, ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കും. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, പ്രധാനപ്പെട്ട ഒരു കോളമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, മുൻപ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിലുള്ള ഒരു ഇതാണ് അലുമിനിയത്തിൻ്റെ അയിര് ഏത് എന്നുള്ളത്. ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിര് ഏത് എന്നുള്ളത് അത് ഈ ഭാഗത്തു നിന്നാണ് ആ ചോദ്യം വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ ഈ SCRT പഠനം കൊണ്ടുള്ള പ്രാധാന്യം. നമ്മളൊരു 2017 മുതൽ 2017 സെയിൽസ് അസിസ്റ്റൻറ്റ് പരീക്ഷ മുതലുള്ള ഇന്നേ വരെ കഴിഞ്ഞ ചോദ്യങ്ങൾ എടുത്ത് നോക്കിയാൽ അതിൽ SCRTക്കുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഈ സീരീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു 2017 മുതൽ എനിക്ക് ലഭ്യമായ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാനിതിൽ ചെയ്യാം. അതുകൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ലോഹം, ധാതുക്കൾ, രാസസൂത്രം. ഈ രാസസൂത്രം പ്രധാനപ്പെട്ടതാണ്. രാസസൂത്രം നമുക്ക് ചോദിക്കാം. ഈ കോളം നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇതുപോലെ വരച്ച് പഠിക്കുക. അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അതിൻ്റെ രാസസൂത്രം എന്താണ്? Al2O3 2H2O. Al2O3 2H2 ആണ് അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം എന്താണ്? Al2O3 2H2O. അടുത്തതാണ് അയേൺ. അയേണിൻ്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റും മാഗ്നൈറ്റും. ഹേമറ്റൈറ്റും മാഗ്നൈറ്റും അലുമിനിയത്തിൻ്റെ അയേണിൻ്റെ അയിരാണ്. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഏതാണ്? അയേണിൻ്റെ എന്താണ്? അയിരാണ്. അയേണിൻ്റെ അയിരുകൾ ഏതാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. Fe2O3 Fe3O4 ഇതാണ് രണ്ടിൻ്റെ രാസസൂത്രം. അയണിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. Fe2O3 Fe3O4. അടുത്തതാണ് കോപ്പർ. കോപ്പറിൻ്റെ അയിര് ഏതാണ്? കോപ്പർ പൈറൈറ്റ്സ്. കോപ്പർ പൈറൈറ്റ്സ്. പിന്നെ കുപ്രൈറ്റ്. കോപ്പറിൻ്റെത് ഏതൊക്കെയാണ്? കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും. ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ പൈറൈറ്റ്സ് മാത്രം തരും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ കോപ്പറിൻ്റെ അയിരാണ് എന്നുള്ളത്. കോപ്പർ പൈറൈറ്റ് എന്ന് ചിലപ്പോൾ തരാൻ സാധ്യതയില്ല. കാരണം എന്താ? അങ്ങനെ വന്നാൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ PSC കോമ്പറ്റീഷൻ കൂടിയ അവസ്ഥയായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? വെറും പൈറൈറ്റ്സ് എന്ന് മാത്രം കൊടുക്കാം. അപ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കോപ്പറിൻ്റെ അയിര് ഏതാണ്? കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും. പൈറൈറ്റും കുപ്രൈറ്റും. നമുക്കറിയാം പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ എന്നുള്ള മൂവി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതെന്താണ്? കുപ്രസിദ്ധ കടൽ കൊള്ളക്കാരൻ്റെ കഥയാണല്ലോ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ എന്നുള്ളത്. അപ്പോൾ കുപ്രൈറ്റ്, കുപ്രസിദ്ധ എന്ന് കണക്ട് ചെയ്ത് വെച്ചൂടെ? പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ എന്നുള്ളത് പൈറേറ്റ് എന്ന് എടുക്കാമല്ലോ. കോപ്പർ. ഓക്കെ. കോപ്പർ എന്താണ്? നമുക്ക് കൊള്ളക്കാരൻ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. കോപ്പർ. അപ്പോൾ കുപ്രസിദ്ധ കടൽ കൊള്ളക്കാരനാണ്. കാരൻ്റെ സിനിമയാണ് ഇത് പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ. അപ്പോൾ നമ്മൾ കോപ്പറിൻ്റെ കോപ്പർ പൈറേറ്റ്സും കുപ്രൈറ്റും. CuFeS2 Cu2Oയും. CuFeS2 രാസസൂത്രം കോപ്പർ പൈറേറ്റിൻ്റെ. കുപ്രൈറ്റിനാണെങ്കിലോ Cu2O. സിങ്കിൻ്റെ ആണെങ്കിലോ സിങ്ക് ബ്ലെൻഡ് കലാമിനാണ് സിങ്കിൻ്റെ അയിര്. സിങ്കിൻ്റെ അയിര് ഏതാണ്? സിങ്ക് ബ്ലെൻഡ് കലാമിൻ. സിങ്ക് ബ്ലെൻഡ് കലാമിനാണ് സിങ്കിൻ്റെ അയിര്. ZnS ZnCO3. ZnS ZnCO3. സിങ്ക് ബ്ലെൻഡും കലാമിനും സിങ്കിൻ്റെ അയിരുകളാണ്. സിങ്കിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? സിങ്ക് ബ്ലെൻഡും കലാമിനും. ഇതും ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ബ്ലെൻഡ് എന്ന് മാത്രം കൊടുക്കാം. അപ്പോൾ നമ്മൾ എഴുതണം. സാധാരണ പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ വന്നിട്ടുള്ളത് കലാമിൻ എന്നാണ്. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം ചിലപ്പോൾ സിങ്ക് ബ്ലെൻഡ് എന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ സിങ്കിൻ്റെ അയിര് ഏതാണ്? സിങ്ക് ബ്ലെൻഡും കലാമിനും. സിങ്ക് ബ്ലെൻഡിൻ്റെത് രാസസൂത്രമാണ് ZnS.
കലാമിൻ്റെതോ ZnCO3. ZnCO3 കലാമിൻ്റെ രാസസൂത്രമാണ്. അപ്പോൾ ഈ ഒരു കോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നും കൂടി പറയാം. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. Al2O3 2H2O രാസസൂത്രം. അയണിൻ്റെ ആണെങ്കിൽ ഹേമറ്റൈറ്റും ഉണ്ട്, മാഗ്നറ്റൈറ്റും ഉണ്ട്. ഹേമറ്റൈറ്റിൻ്റെ രാസസൂത്രമാണ് Fe2O3യും മാഗ്നറ്റൈറ്റിൻ്റെത് Fe3O4ഉം. ഇനി കോപ്പറിൻ്റെ ആണെങ്കിലോ കോപ്പർ പൈറേറ്റ്സും കുപ്രൈറ്റുമാണ്. കോപ്പർ പൈറേറ്റ്സിൻ്റെ രാസസൂത്രമാണ് CuFeS2. കുപ്രൈറ്റിൻ്റെ ആണെങ്കിലോ CuO. ഇനി സിങ്ക് ആണെങ്കിലോ സിങ്ക് ബ്ലെൻഡും ഉണ്ട്, കലാമിനും ഉണ്ട്. സിങ്ക് ബ്ലെൻഡിൻ്റെ രാസസൂത്രം ZnSഉം കലാമിൻ്റെ ZnCO3. ZnSഉം ZnCO3യും. ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹനിഷ്കർഷണം അഥവാ മെറ്റലർജി എന്ന് പറയുന്നത്. മെറ്റലർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹനിഷ്കർഷണം അഥവാ മെറ്റലർജി. അപ്പോൾ നമ്മൾ അയിര് ശുദ്ധീകരിക്കുമല്ലോ, അയിര് ശുദ്ധീകരിക്കുന്ന അതിൻ്റെ A മുതൽ Z വരെ, അതായത് അയിര് ശുദ്ധീകരിക്കുന്ന തുടക്കം മുതൽ അതേപോലെ അത് വേർതിരിച്ച് ലോഹം വേർതിരിക്കുന്നത് വരെ, നമ്മളിപ്പോൾ അയിര് കിട്ടി ആ അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ ഘട്ടങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ലോഹനിഷ്കർഷണം അഥവാ മെറ്റലർജി എന്നുള്ളത്. മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും, എന്തൊക്കെ പ്രക്രിയകളുണ്ടോ അതെല്ലാം ചേർന്നതിനെക്കുറിച്ചാണ്, അതെല്ലാം ചേർന്ന ആ പ്രക്രിയയെക്കുറിച്ച് പറയുന്ന പേരാണ് ലോഹനിഷ്കർഷണം അഥവാ മെറ്റലർജി. ഈ മെറ്റലർജിക്കും പ്രധാനമായും 3 ഘട്ടങ്ങളാണ് ഉള്ളത്. മെറ്റലർജിക്ക് പ്രധാനമായും എന്താണ്? 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഒരയിരിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഹനിഷ്കർഷണം അഥവാ മെറ്റലർജി എന്ന് പറയുന്നത്. മെറ്റലർജിക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളാണ്. അപ്പോൾ എന്താണ് ധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ധാതുക്കളിൽ നിന്ന് ഏറ്റവും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹത്തിൻ്റെ അയിരുകളെ ലോഹത്തിൻ്റെ ധാതുവിനെയാണ് നമ്മളെന്ത് അയിരുകൾ എന്ന് വിളിക്കുന്നത്. ഏറ്റവും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹത്തിൻ്റെ ധാതുവിനെ നമ്മൾ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കുന്നു. അപ്പം ഇനി അതിൻ്റെ അത് ലോഹനിഷ്കർഷണം എന്താണെന്നും പറഞ്ഞു. അയിരിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്നതാണ് ലോഹനിഷ്കർഷണം. ഇനി അത് 3 ഘട്ടം ഉണ്ട് എന്ന് പറഞ്ഞു. അതിലാദ്യത്തെ ഘട്ടമാണ് അയിരുകളുടെ സാന്ദ്രണം, കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. അയിരുകളുടെ സാന്ദ്രണമാണ് ആദ്യത്തെ ഘട്ടം. അയിരുകളുടെ സാന്ദ്രണമാണ് ആദ്യത്തെ ഘട്ടം, കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. രണ്ടാമത്തെ ഘട്ടം സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കലാണ്. രണ്ടാമത്തെ ഘട്ടം മെറ്റലർജിക്ക് 3 ഘട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആദ്യത്തെ ഘട്ടം നമ്മൾ പറഞ്ഞു അയിരുകളുടെ സാന്ദ്രണമാണ്. രണ്ടാമത്തത് ആ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തിനെ വേർതിരിക്കലാണ്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, അതായത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കലാണ്. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹശുദ്ധീകരണമാണ്. ലോഹശുദ്ധീകരണം അഥവാ റിഫൈനിങ് ഓഫ് മെറ്റൽസ് ആണ് മൂന്നാമത്തെ ഘട്ടം. ലോഹശുദ്ധീകരണം അഥവാ റിഫൈനിങ് ഓഫ് മെറ്റൽസ് ആണ് മൂന്നാമത്തെ ഘട്ടം. അപ്പോൾ 3 ഘട്ടങ്ങളാണ് മെറ്റലർജിക്കുള്ളത്. എന്താണ് മെറ്റലർജി എന്ന് നമ്മൾ പറഞ്ഞതാണ്, അതിനി വീണ്ടും പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ മെറ്റലർജിക്ക് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, പിന്നീട് ലോഹ ശുദ്ധീകരണം. ഇനി നമ്മൾ മെറ്റലർജിയെക്കുറിച്ച് വിശദമായി 3 ഘട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇതിലെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും വിശദമായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഘട്ടം നമ്മൾ പറഞ്ഞു അയിരുകളുടെ സാന്ദ്രണം. അയിരുകളുടെ സാന്ദ്രണമാണ് മെറ്റലർജിയിലെ ആദ്യത്തെ ഘട്ടം. മെറ്റലർജി അഥവാ നിഷ്കർഷണത്തിലെ ആദ്യത്തെ ഘട്ടമാണ് അയിരുകളുടെ സാന്ദ്രണം. കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് അഥവാ അയിരുകളുടെ സാന്ദ്രണം.
ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ ഗ്യാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിൻ്റെ സാന്ദ്രണം. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്താണ്? ഈ ഭൂവൽക്കത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ പറയുന്ന പേരെന്താണ്? ഗ്യാങ് ആണ്. ഗ്യാങ്. അപ്പോൾ ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഗ്യാങ് ആണ്. അപ്പോൾ ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? അയിരിൻ്റെ സാന്ദ്രണം. അയിരുകളുടെ സാന്ദ്രണം എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൽ നിന്ന് നമുക്ക് അയിര് ലഭിക്കുമ്പോൾ അതിൽ കുറേ അപദ്രവ്യങ്ങളുണ്ടാവും. ഈ അപദ്രവ്യങ്ങളെ പറയുന്ന പേരാണ് ഗ്യാങ്. ഈ ഗ്യാങ്ങിനെ അഥവാ ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? സാന്ദ്രണം. മെറ്റലർജിയിലെ ഒന്നാമത്തെ ഘട്ടമായ അയിരുകളുടെ സാന്ദ്രണം എന്നുള്ള പ്രക്രിയ. ഇനി ഈ അയിരുകളുടെ സാന്ദ്രണം എന്നുള്ള ഈ മെറ്റലർജിയിലെ ഒന്നാമത്തെ ഘട്ടമായ അയിരുകളുടെ സാന്ദ്രണം എന്നുള്ള ഈ ഘട്ടത്തിൽ 3 വിധത്തിൽ നമുക്ക് സാന്ദ്രണ രീതികൾ ചെയ്യാം. സാന്ദ്രണം 3 വിധത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നാമത്തേതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ഇങ്ങനെ സാന്ദ്രണം ചെയ്യണമെങ്കിൽ ആ അയിരുകൾക്ക് ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അത് നമ്മൾ വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം ജസ്റ്റ് അത് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, രണ്ടാമത്തേത് പ്ലവന പ്രക്രിയ, മൂന്നാമത്തേത് കാന്തിക വിഭജനം, നാലാമത്തേത് ഏതാണ്? ലീച്ചിങ് ആണ്. ലീച്ചിങ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി, അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട്? 3 പ്രക്രിയകളുണ്ട്. ആ 3 പ്രക്രിയകൾ ആദ്യത്തെ പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം. ഈ അയിരുകളുടെ സാന്ദ്രണം നമുക്ക് 3 വിധത്തിലാണ് ചെയ്യുന്നത്. 3 അല്ല 4 വിധത്തിലാണ് നമ്മൾ അയിരുകളുടെ സാന്ദ്രണം ചെയ്യുന്നത്. ഒന്ന് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കും, 2 പ്ലവന പ്രക്രിയയുണ്ട്, 3 കാന്തിക വിഭജനമുണ്ട്, നാലാമത്തത് ലീച്ചിങ് ഉണ്ട്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ അയിരുകളുടെ സാന്ദ്രണത്തിലെ ആദ്യത്തെ പ്രക്രിയയാണ് സാന്ദ്രണം ചെയ്യാനുള്ള ഒന്നാമത്തെ ഒരു വഴിയാണെന്ത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് അഥവാ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ഈ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു അയിരിൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? ആ അയിരിൽ അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകണം. അപ്പോൾ അപദ്രവ്യം അത് നമ്മൾ പറഞ്ഞ ഗ്യാങ്, ആ വേസ്റ്റുകൾ, അത് സാന്ദ്രത കുറഞ്ഞത്, അതായത് അത് സാന്ദ്രത വളരെ കുറവ്. അയിരാണെങ്കിലോ സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. അപ്പോൾ നമുക്കറിയാലോ, ഭാരം കുറഞ്ഞത് എന്ത് ചെയ്യും? ജലത്തിൽ പൊങ്ങി നിൽക്കും. ഭാരം കൂടിയത് ജലത്തിൽ താഴ്ന്നു നിൽക്കും. അപ്പോൾ അയിരുകൾക്ക് സാന്ദ്രത കൂടുതലും, അതായത് ഭാരം കൂടുതലും, അപദ്രവ്യങ്ങൾക്ക് അഥവാ ഗ്യാങ്ങിന് സാന്ദ്രത കുറവുമാണെങ്കിൽ നമ്മൾ ഏത് പ്രക്രിയയാണ് ചെയ്യുന്നത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്നുള്ള പ്രക്രിയയാണ് സാന്ദ്രണ പ്രക്രിയയിൽ ചെയ്യുന്നത്. ഒന്നും കൂടി പറയാം. അപദ്രവ്യത്തിന് സാന്ദ്രത കുറവ്, വേസ്റ്റ് അഥവാ ഗ്യാങ്ങിന് സാന്ദ്രത കുറവ്, എന്നാൽ ജലത്തിനോ സാന്ദ്രത കൂടുതൽ. ജലത്തിനല്ല, എന്നാൽ എന്തിന്? അയിരുകൾക്ക് സാന്ദ്രത കൂടുതൽ. അയിരിന് സാന്ദ്രത കൂടുതലും ഈ അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറവാണെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. വെള്ളത്തിൽ കനമില്ലാത്തത് വെള്ളത്തിൽ മുകളിൽ പാറി നിൽക്കും, വെയിറ്റ് ഉള്ളത് വെള്ളത്തിൽ താഴ്ന്നു കിടക്കും. അത്തരം അയിരുകളെ, ധാതുക്കളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? നമുക്ക് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന പ്രക്രിയ ഉപയോഗിക്കുക. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? നമ്മൾ ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം, അതേപോലെ സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണം. നമുക്ക് സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണവും ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണവും ഈ വിധത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്നുള്ള സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏതിനൊക്കെയാണ്? ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം, അതുപോലെ സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണത്തിനും നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്നുള്ള സാന്ദ്രണ രീതിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഫോട്ടോ നമുക്ക് നോക്കാം. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നതിൻ്റെ ഫോട്ടോ ആണ് ഈ തന്നിട്ടുള്ളത്. പൊടിച്ച അയിര് അതിലേക്ക് ചേർക്കും. ഗ്യാങ് ഇത് വെയിറ്റ് കുറവ്, അത് സാന്ദ്രത കുറവായതുകൊണ്ട് തന്നെ ആ കോയിലിലൂടെ മുകളിലൂടെ പുറത്തേക്ക് ചാടും. അയിരിൻ്റെ സസ്പെൻഷൻ അടിയിലേക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? താഴേക്ക് കുമിഞ്ഞ് കൂടും.
അങ്ങനെ താഴേക്ക് വന്ന് സാന്ദ്രീകരിച്ച അയിര് വേറൊരു ഭാഗത്തേക്ക് മാറ്റും. ഇതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. ഈ പിക്ചർ മനസ്സിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്നുള്ള മെത്തേഡ് മനസ്സിൽ കയറിയാൽ പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് പൊടിച്ചയിര് മുകളിൽ നിന്ന് ചേർക്കും. അപ്പോൾ മുകളിൽ ഭാരം കുറഞ്ഞ ഗ്യാങ്ങുകൾ പുറത്തേക്ക് പോകും, അയിരുകൾ അടിയിലേക്ക് അടിഞ്ഞുകൂടി സാന്ദ്രീകരിച്ച അയിരിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. ഇതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്നുള്ള സാന്ദ്രീകരണ മെത്തേഡ്. അപ്പോൾ ഇതിന് ഉദാഹരണം നമ്മൾ സ്വർണത്തിൻ്റെ അയിരുകൾ വേർതിരിക്കലും അതേപോലെ ഓക്സൈഡിൻ്റെ അയിരുകൾ വേർതിരിക്കലും ഇതിന് ഉദാഹരണങ്ങളാണ്. ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം, സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണം. രണ്ടാമത്തതാണ് പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞ ജലപ്രവാഹത്തിൽ കീഴടക്കുക എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവം കാണിക്കുന്ന അയിരുകളെ ശുദ്ധീകരിക്കാനാണ്. ഇവിടെ എന്തായിരിക്കും, അപദ്രവ്യം സാന്ദ്രത കൂടിയതായിരിക്കും, വേസ്റ്റിന് സാന്ദ്രത കൂടിയതായിരിക്കും, എന്നാൽ അയിരിനോ സാന്ദ്രത കുറവായിരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് എന്ത്, പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇതെന്തിനാണ്, പ്രധാനമായിട്ടും സൾഫൈഡ് അയിരുകളെയാണ് ഈ മാർഗ്ഗം ഉപയോഗിച്ച് നമ്മളെന്ത് സാന്ദ്രണം ചെയ്യുന്നത്. സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യാനാണ് എന്ത് പ്ലവന പ്രക്രിയ എന്നുള്ള ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യാനാണ് പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്നുള്ള ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മെത്തേഡ് ഉപയോഗിക്കാനുള്ള അയിരുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലായിരിക്കും, വെയിറ്റ് കൂടുതലായിരിക്കും, എന്നാൽ അയിരുകൾക്ക് സാന്ദ്രത കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അയിരുകളാണ് മുകളിൽ പൊങ്ങി കിടക്കുക, അതാണ് നമ്മൾ വേറെ പുറത്തേക്ക് മാറ്റുന്നത്. അപദ്രവ്യം താഴെ അടിഞ്ഞു കൂടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഫോട്ടോ കൂടി നോക്കാം. ആദ്യം വായു, ഇവിടെ കണ്ടോ കറങ്ങുന്ന പാഡിൽ വായു, പിന്നെ പത ഉണ്ടാക്കും. അതുപോലെ അയിരും പൈന് പ്ലസ് ഓയിൽ പ്ലസ് ജലം, അടിയിൽ സ്ലിറ്റർ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് അത് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. മുകളിൽ പതയുണ്ടാവും, ഈ കറങ്ങുന്ന പാഡിൽ വെച്ചിട്ട് അങ്ങനെ തിരിക്കും. അടുത്തതാണ് കാന്തിക വിഭജനം അഥവാ മാഗ്നറ്റിക് സെപ്പറേഷൻ. കാന്തിക വിഭജനം അഥവാ മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇത് നിങ്ങൾക്ക് പിന്നെ പേരിൽ തന്നെ കിട്ടും. കാരണം ഇങ്ങനെ വിഭജനം നടത്തണമെങ്കിൽ അയിരിനോ അല്ലെങ്കിൽ അപദ്രവ്യത്തിനോ രണ്ടിലേതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടാകണം. അപ്പോൾ നമുക്ക് അയിരിന് കാന്തിക സ്വഭാവം ഉള്ളതെങ്കിൽ മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ അയിരുകൾ അതിൽ കുടുങ്ങും. അപദ്രവ്യത്തിനാണെങ്കിലോ അപദ്രവ്യം അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ കാന്തിക വിഭജനം എന്ന് പറഞ്ഞാൽ അയിരിനോ അല്ലെങ്കിൽ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത്, കാന്തിക വിഭജനം. ഇതിന് ഉദാഹരണമാണ് മാഗ്നൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിനും കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ടിൻസ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റണിനെ നീക്കം ചെയ്യുന്നതിനും ഈ പ്രക്രിയ ഉപയോഗിക്കുന്നു. അപ്പോൾ രണ്ട് ഭാഗത്താണ് നമ്മൾ കാന്തിക വിഭജനം ഉപയോഗിക്കുന്നത്. ഒന്ന് മാഗ്നൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യാൻ. മാഗ്നൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കാന്തിക വിഭജനം. അതുപോലെ തന്നെ കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ഏത് ടിൻസ്റ്റോണിൽ, കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ടിൻസ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റനുകളെ നീക്കം ചെയ്യാനും ഈ പ്രക്രിയ ഉപയോഗിക്കുന്നു. അതേപോലെ ടിന്നിൻ്റെ അയിരാണ് നമ്മൾ പറഞ്ഞ ടിൻസ്റ്റോൺ, നമ്മൾ പഠിച്ചതാണ്. ടിന്നിൻ്റെ അയിരായ ടിൻസ്റ്റോൺ ഒരിക്കലും കാന്തിക സ്വഭാവമുള്ളതല്ല. അയിരായ ടിൻസ്റ്റോണിന് ഒരിക്കലും കാന്തിക സ്വഭാവമില്ല. പക്ഷേ അതിൽ അപദ്രവ്യമായ അയൺ ടങ്സ്റ്റണിന് കാന്തിക സ്വഭാവമുണ്ട്. അപ്പോൾ അയൺ ടങ്സ്റ്റണിനെ വേർതിരിക്കാൻ ഈ പ്രക്രിയ ഉപയോഗിക്കുന്നു. ഒന്നും കൂടിയും പറയാം, മാഗ്നൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കും. അത് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ എന്താണ്, ഈ നമ്മൾ ടിന്നിൻ്റെ അയിരായ ടിൻസ്റ്റോൺ ഉണ്ട്. ടിൻസ്റ്റോൺ എന്താണ്, ടിൻസ്റ്റോണത്തെ അയിര് എന്താണ്, ഒരിക്കലും കാന്തിക സ്വഭാവം ഇല്ലാത്തതാണ്. ഇത് മാഗ്നറ്റിൽ ആകർഷിക്കപ്പെടാത്തതാണ് എന്ത്, ടിന്നിൻ്റെ അയിരായ ടിൻസ്റ്റോൺ. എന്നാൽ അതിൽ അപദ്രവ്യമായ ടങ്സ്റ്റൺ ഉണ്ട്, അയൺ ടങ്സ്റ്റൺ ഉണ്ട്. അപദ്രവ്യമായ അയൺ ടങ്സ്റ്റണിന് കാന്തിക സ്വഭാവമുണ്ട്. അപ്പോൾ അയൺ ടങ്സ്റ്റണിനെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കാന്തം ഉപയോഗിക്കുന്നത്. അപ്പോൾ കാന്തിക വിഭജനം ഉപയോഗിക്കുന്ന രണ്ട് സന്ദർഭങ്ങളാണ് ഇത്. അടുത്തതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ലീച്ചിങ്. പ്രധാനപ്പെട്ടതാണ് ലീച്ചിങ്.
ഇത് നമ്മൾ ഈ കാന്തിക റോളർ വെച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. അയിര് ഒരു ഭാഗത്ത് ചേർക്കും. അപ്പോൾ കാന്തിക സ്വഭാവമുള്ളതാണെങ്കിൽ കാന്തത്തിൽ ഒട്ടിങ്ങാണ്ട് ഈ ഒരു ഇതിലേക്ക് വീഴും. കാന്തിക സ്വഭാവമില്ലാത്തതാണെങ്കിൽ അപ്പുറത്തേക്ക് തിരിച്ചു വീഴും. ഇതാണ് നമ്മൾ കാന്തിക വിഭജനത്തിലൂടെ നമ്മൾ അയിരിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാന്തിക വിഭജനം ടങ്സ്റ്റണിനെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ ഇനി ചോദിച്ചൊരു ചോദ്യമാണ് എന്ത്, ലീച്ചിങ്ങും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ലീച്ചിങ് എന്തായിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് ലീച്ചിങ് എന്താണ് എന്നുള്ളത് നോക്കാം. ലീച്ചിങ് അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് വേർതിരിച്ചെടുക്കുന്ന ശുദ്ധീകരണ പ്രക്രിയ, സാന്ദ്രണ പ്രക്രിയ ഏത് എന്നുള്ളത് ചോദിച്ചിരുന്നു. ലീച്ചിങ് ആണ്. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് വേർതിരിച്ചെടുക്കുന്ന സാന്ദ്രണ പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ലീച്ചിങ് ആണ്. ലീച്ചിങ് എങ്ങനെയാണ്, അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ, അതായത് അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ എന്ത് ചെയ്യും, അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കും. അപ്പോൾ നമ്മൾ അനുയോജ്യമായ അതിനൊരു ലായനി ഉണ്ടാക്കിയിട്ട് ആ ലായനിലേക്ക് നമ്മൾ അയിര് ചേർക്കും. അയിര് ചേർക്കുമ്പോൾ എന്താകും, രാസപ്രവർത്തനത്തിലൂടെ അത് ലയിക്കും. ഇങ്ങനെ ലയിക്കാത്ത കുറച്ച് അപദ്രവ്യങ്ങളുണ്ടാവും, അത് അരിച്ചു മാറ്റും. അപ്പോൾ രാസപ്രവർത്തനത്തിലൂടെ ഈ ലായനിയിൽ ലയിക്കും. അയിരിനെ അങ്ങനെ ലയിച്ച അയിരുകൾ അതിൽ ലയിക്കും. അതിനുള്ളൊരു കോമ്പോസിഷനാണ് നമ്മൾ ഉണ്ടാക്കുക. എന്നാൽ അതിൻ്റെ അപദ്രവ്യങ്ങളോ ലയിക്കില്ല. അപ്പോൾ അപദ്രവ്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, അരിച്ച് മാറ്റാൻ കഴിയും. ഈ ഒരു പ്രക്രിയയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ അരിച്ച് കിട്ടിയ ലായനിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ അരിച്ചതിന് ശേഷം ആ ലായനി കിട്ടും. ആ ലായനിയിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ശുദ്ധമായ അയിര് വേർതിരിച്ചെടുക്കുന്നു. ഈ പ്രക്രിയ എന്താണ്, ലീച്ചിങ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് ലീച്ചിങ്ങിലൂടെയാണ് സാന്ദ്രണം ചെയ്യുന്നത്. അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്. ഇനി ലീച്ചിങ് ഒന്നും കൂടിയും പറയാം. അനുയോജ്യമായ ലായനിയിൽ എന്ത് ചെയ്യും, അയിര് ചേർക്കും. അപ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ലായനിയിൽ ലയിക്കും. അപ്പോൾ ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റും. ഇങ്ങനെ അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും രാസപ്രക്രിയ നടത്തിയങ്ങാണ്ട് ശുദ്ധമായ അയിര് വേർതിരിച്ചെടുക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി. ഇനി താഴെ ചില അയിരുകളുടെ പ്രത്യേകതയും അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളുടെ പ്രത്യേകതയും തന്നിട്ടുണ്ട്. അതിൽ സ്വീകരിക്കാവുന്ന സാന്ദ്രണ രീതി ഏതാണെന്ന് നോക്കാം. നമുക്ക് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ നമുക്ക് നോക്കിപ്പോവാം. ആദ്യത്തെ അയിരിൻ്റെ പ്രത്യേകത എന്താണ്, അയിരിന് സാന്ദ്രത കൂടുതലും അയിരിൽ അടങ്ങിയ മാലിന്യങ്ങളുടെ പ്രത്യേകത എന്താണ്, സാന്ദ്രത കുറവുമാണ്. മാലിന്യങ്ങൾ അഥവാ അപദ്രവ്യങ്ങൾ, ഗ്യാങ് എന്നൊക്കെ പറയും. അതിന് കുറവാണെങ്കിൽ നമുക്ക് ഏറ്റവും യോജിച്ച സ്വീകരിക്കാവുന്ന സാന്ദ്രണ രീതി ഏതാണ്, അയിരിന് സാന്ദ്രത കൂടുതലും അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളുടെ പ്രത്യേകത സാന്ദ്രത കുറവുമാണെങ്കിൽ എന്താണ്, നമുക്ക് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. ഏറ്റവും നല്ല മെത്തേഡ് എന്താണ്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. ഇനി രണ്ടാമത്തെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അയിരിന് കാന്തിക സ്വഭാവം, പിന്നെ അതേപോലെ അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് എന്താണ്, കാന്തിക സ്വഭാവമില്ലാത്തത്. ഇനി നേരെ തിരിച്ചാണെങ്കിലും എന്ത് ചെയ്യാണ്, നമുക്ക് കാന്തിക വിഭജനത്തിലൂടെ വേർപ്പെടുത്താം. ഇനി സാന്ദ്രത കുറഞ്ഞ സൾഫൈഡ് അയിരുകൾ, സാന്ദ്രത കൂടിയത്. അയിരുകളുടെ പ്രത്യേകത എന്താണ്, സാന്ദ്രത കുറഞ്ഞ സൾഫൈഡ് അയിരുകളും അതേപോലെ അയിരുകൾ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളുടെ പ്രത്യേകത എന്താണ്, സാന്ദ്രത കൂടിയതും. ഇതാവുമ്പോൾ നമുക്ക് ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക, പ്ലവന പ്രക്രിയ എന്നുള്ള മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കുക. പ്ലവന പ്രക്രിയയിലൂടെ നമുക്ക് സാന്ദ്രണം ചെയ്യാം. ഇനി നാലാമത്തെ കേസ്, ലായനിൽ ലയിക്കുന്ന അലുമിനിയം അയിരുകളും അതേ ലായനിൽ ലയിക്കാത്ത അതിൻ്റെ വേസ്റ്റുകളും. നമ്മൾ അവസാനം പറഞ്ഞ ലീച്ചിങ് ആണ് അതിൻ്റെ പ്രത്യേകത. ഇനി ഇവിടെ നമ്മളൊരു കോണത്തിൽ അയിര് സാന്ദ്രണ രീതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ടിൻസ്റ്റൻ്റെ സാന്ദ്രണ രീതി ഏതാണ്, ടിൻസ്റ്റൻ്റെ സാന്ദ്രണ രീതി നമ്മൾ പറഞ്ഞു കാന്തിക വിഭജനമാണ്. ടിന്നിൻ്റെ അയിരായ
അതിൽ നിന്ന് ടിൻസ്റ്റേൺ വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? കാന്തിക വിഭജനത്തിലൂടെ. ബോക്സൈറ്റിൻ്റെ നമ്മൾ പറഞ്ഞു, ബോക്സൈറ്റിൻ്റെ അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് വേർതിരിച്ചെടുക്കുന്നത് ലീച്ചിങ്ങിലൂടെയാണ് ബോക്സൈറ്റ് വേർതിരിച്ചെടുക്കുന്നത് സാധാരണ രീതി. സിംഗിൾ ബ്ലെൻഡ് ആണെങ്കിലോ, സിംഗിൾ ബ്ലെൻഡ് നമ്മളെങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നത്? സിങ്കിൻ്റെ അയിരായ സിങ്ക് ബ്ലെൻഡ്, അതേപോലെ കലാമിൻ, രണ്ടും സിങ്കിൻ്റെ അയിരാണ്. ഇത് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് പറയും, നോക്കൂ, കിട്ടുന്നുണ്ടോ? ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഇത്രയും ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ സിങ്ക് ബ്ലെൻഡ് എങ്ങനെയാണ് വേർതിരിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ടെത്തിങ്ങാണ്ട് നോട്ടിൽ എഴുതുക. ഓക്കെ. ഇനി നമ്മൾ മെറ്റലർജിയുടെ രണ്ടാമത്തെ ഘട്ടം ഏതാണ്? സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കലാണ്. ആദ്യത്തെ ഘട്ടം അയിരുകളുടെ സാന്ദ്രണമാണ്. അതിന് 4 രീതികൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, രണ്ടാമത്തേത് പ്ലവന പ്രക്രിയ, 3 കാന്തിക വിഭജനം, 4 ലീച്ച്. ഇനി രണ്ടാമത്തെ ഘട്ടമായ മെറ്റലർജി അഥവാ ലോഹ നിഷ്കർഷണത്തിലെ രണ്ടാം ഘട്ടമായ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കൽ എങ്ങനെ? നമുക്ക് 2 വിധത്തിൽ അയിരുകളെ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാം. 2 ഘട്ടത്തിലായി വേർതിരിക്കാം. ഒന്ന്, സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കലും, 2 ഓക്സൈഡാക്കിയ അയിരിനെ നിരോക്സീകരണമാക്കലും. 2 ഘട്ടമാണ് ഇതിനുള്ളത്. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ 2 ഘട്ടങ്ങളാണ് ഉള്ളത്. ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ഓക്സൈഡ് ആക്കലും, അതേപോലെ ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണവും. ഇനി ഒന്നാമത്തെ ഘട്ടമായ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കാൻ 2 മെത്തേഡ് ഉണ്ട്. കാൽസിനേഷൻ ഉണ്ട്, റോസ്റ്റിംഗ് ഉണ്ട്. കാൽസിനേഷനും ഉണ്ട്, റോസ്റ്റിംഗും ഉണ്ട്. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കാൻ 2 മെത്തേഡാണ്. ഒന്ന് കാൽസിനേഷൻ, രണ്ടാമത്തേത് റോസ്റ്റിംഗ്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായി മാറുന്നു. എന്താണ് കാൽസിനേഷൻ? കേന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റാനുള്ള പ്രക്രിയയിൽ 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് കാൽസിനേഷനാണ്. അപ്പോൾ എന്താണ് കാൽസിനേഷൻ? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ വളരെ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ കാൽസിനേഷൻ ചെയ്യുമ്പോഴോ ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡുകളായി മാറുന്നു. രണ്ടാമത്തതാണ് റോസ്റ്റിംഗ്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. ഒന്ന് നമ്മൾ പറഞ്ഞു, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ദ്രവണാങ്കത്തിൽ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കും. റോസ്റ്റിംഗ് ആണെങ്കിലോ വായുവിൻ്റെ സാന്നിധ്യത്തിലാണ് ചൂടാക്കുന്നത്, അതും ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ തന്നെയാണ് ചൂടാക്കുന്നത്. ഈ പ്രക്രിയയാണ് റോസ്റ്റിംഗ്. കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. ഇനി റോസ്റ്റിങ്ങിലോ, സാന്ദ്രീകരിച്ച അയിരുകളെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിലെ ജലാംശം ബാഷ്പമായി പുറത്തു പോകുന്നു. സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായി മാറുന്നു. അപ്പോൾ സാന്ദ്രീകരിച്ച അയിരുകളെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവയുടെ ജലാംശം ബാഷ്പമായി പുറത്തു പോകും. സൾഫൈഡ് അയിരുകൾ എന്ത് ചെയ്യും? ഓക്സിജനുകളുമായി ചേർന്നിട്ട് ഓക്സൈഡുകളായി മാറുന്നു. ഉദാഹരണമാണ് CuS അയിര് റോസ്റ്റിംഗ് വഴി എന്താവും? Cu2O ആയി മാറുന്നു. Cu2O ആയി മാറുന്നു. Cus അയിരുകൾ എന്താവും? Cu2O. സൾഫൈഡ് അയിരിന് ഉദാഹരണമായ Cu2S എന്താവും? റോസ്റ്റിംഗ് വഴി Cu2O ആയി മാറും. അങ്ങനെ ഓക്സൈഡുകളാക്കി മാറ്റും. അടുത്തതാണ് ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം. നമ്മളിപ്പോൾ അയിരുകളെ ഓക്സൈഡാക്കും എന്ന് പറഞ്ഞു. ഇനി ഈ ഓക്സൈഡാക്കി മാറ്റിയ അയിരുകൾ എന്ത് ചെയ്യും? അതിനെ നിരോക്സീകരണം ചെയ്യും. അതാണ് അടുത്ത പ്രക്രിയ. ഓക്സൈഡാക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണമാണ്. അനുയോജ്യമായ നിരോക്സീകാരികൾ ഇതിനായി ഉപയോഗിക്കാം. അപ്പോൾ ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം എങ്ങനെയാണ് നടക്കുന്നത്?
ഓക്സൈഡാക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. അനുയോജ്യമായ നിരോക്സീകാരികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിരോക്സീകരണം നടത്തുന്നത്. ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിൽ വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ നിരോക്സീകരണം ചെയ്യാൻ നിരോക്സീകാരികളെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അവക്ക് ഉദാഹരണമാണ് വൈദ്യുതി, അതുപോലെ കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ലോഹ നിർമ്മാണ വേളയിൽ വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവ എന്ത് ചെയ്യും? നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കും. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരിയായി വൈദ്യുതി ഉപയോഗിക്കുന്നു. അപ്പോൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ എന്ത് ചെയ്യും? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവയൊക്കെയാണ് ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ. അവയെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? വൈദ്യുതിയായി ഉപയോഗിക്കും. അപ്പോൾ നിരോക്സീകാരിയായിട്ട് വൈദ്യുതിയെ ഉപയോഗിക്കും. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ എന്താണ് ചെയ്യുക? നിരോക്സീകാരിയായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ അത് പറഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ ഘട്ടമാണ് ലോഹങ്ങളുടെ ശുദ്ധീകരണം. ഇപ്പോൾ ലോഹങ്ങളുടെ സാന്ദ്രണം പറഞ്ഞു. സാന്ദ്രണത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ഘട്ടം നമ്മൾ പറഞ്ഞു. സാന്ദ്രത്തിൽ നിന്ന് അയിരിനെ അല്ലെങ്കിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കൽ എന്ന രണ്ടാം ഘട്ടം പറഞ്ഞു. മൂന്നാമത്തെ ഘട്ടമാണ് നമ്മൾ വേർതിരിച്ച ലോഹത്തെ ശുദ്ധീകരിക്കുന്ന ഘട്ടം, ലോഹ ശുദ്ധീകരണം അഥവാ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഇതിന് നമുക്ക് 3 വിധമുണ്ട്. ഉരുക്കി വേർതിരിക്കലുണ്ട്, സ്വേദനമുണ്ട്, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണമുണ്ട്. 3 വിധത്തിൽ നമുക്ക് ലോഹ ശുദ്ധീകരണം നടത്താം. ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, പിന്നെ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഈ 3 മെത്തേഡിലൂടെയാണ് നമുക്ക് ഇവയെ ശുദ്ധീകരിക്കാൻ പറ്റുക. നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിൽ മറ്റു ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും ചെറിയ തോതിൽ ചില അലോഹങ്ങളും അപദ്രവ്യമായി കാണാറുണ്ട്. അപ്പോൾ നമ്മൾ നിരോക്സീകരണം നടത്തിയാലും അത് പൂർണ്ണമായിട്ടും ശുദ്ധമായിട്ടുണ്ടാവില്ല. ആ ലോഹത്തിൽ എന്ത് ചെയ്യും? മറ്റു ചില ലോഹങ്ങളും അതേപോലെ ചില ലോഹ ഓക്സൈഡുകൾ അതുപോലെ ചെറിയ തോതിൽ ചില അലോഹങ്ങളും എന്ത് ചെയ്യും? അപദ്രവ്യങ്ങളായിട്ട് കാണാറുണ്ട്, വേസ്റ്റായിട്ട് അല്ലെങ്കിൽ ഗ്യാങ്ങായിട്ട് കാണാറുണ്ട്. ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹ ശുദ്ധീകരണം. പേരിൽ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഈ അപദ്രവ്യങ്ങളെയൊക്കെ നീക്കം ചെയ്തിട്ട് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് ലോഹ ശുദ്ധീകരണം. ശുദ്ധീകരിക്കേണ്ട ലോഹങ്ങളുടെയും അവയിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളുടെയും സ്വഭാവം അടിസ്ഥാനമാക്കി ലോഹ ശുദ്ധീകരണത്തിന് വിവിധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നു. ചില മാർഗ്ഗങ്ങൾ കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളോ അല്ലെങ്കിൽ ലോഹത്തിൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ചാണ് ഈ ശുദ്ധീകരണ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ 3 മാർഗ്ഗങ്ങളാണുള്ളത്. ആദ്യത്തേതാണ് ഉരുക്കി വേർതിരിക്കൽ അഥവാ ലിക്വേഷൻ. കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങളിൽ നിന്ന് അപദ്രവ്യമായ ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റു ലോഹങ്ങൾ, ലോഹ ഓക്സൈഡുകൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ഇപ്പോൾ കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്ന്, ലെഡ് ഈ ലോഹങ്ങളിലൊക്കെ എന്തുണ്ടാവും? അപദ്രവ്യമായി ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റ് ലോഹങ്ങൾ അതുപോലെ ലോഹ ഓക്സൈഡുകളൊക്കെ ഉണ്ടായിരിക്കും. ഇത്തരം ലോഹങ്ങൾ ഫർണസിൻ്റെ ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് ഉരുകി താഴേക്ക് വരുന്നു. ഈ പ്രക്രിയയാണ് ഉരുക്കി വേർതിരിക്കൽ. അപ്പോൾ ദ്രവണാങ്കം കൂടുതലുള്ള ഗ്യാങ്ങുകൾ അല്ലെങ്കിൽ വേസ്റ്റുകളായിരിക്കും, ദ്രവണാങ്കം കുറഞ്ഞതായിരിക്കും ലോഹം. അപ്പോൾ അതിന് ഉദാഹരണമാണ് ടിന്ന്, ലെഡ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? ഫർണസിൽ വെച്ചങ്ങാണ്ട് ചൂടാക്കും. ചെരിഞ്ഞ ഫർണസിൽ വെച്ച് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? ശുദ്ധലോഹം താഴേക്ക് വരും. കാരണം ദ്രവണാങ്കം കുറവായതുകൊണ്ട് അത് പെട്ടെന്ന് ലോഹം പെട്ടെന്ന് എന്ത് ചെയ്യും? ചൂടാക്കുമ്പോൾ ഉരുകി താഴേക്ക് വരും. മറ്റേത് ദ്രവണാങ്കം കൂടുതലുകൊണ്ട് അത് പെട്ടെന്ന് ഉരുകില്ല. ഇതാണ് ഉരുക്കി വേർതിരിക്കൽ പ്രക്രിയ. ഇനി ഇതിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്, അത് നോക്കാം. ഇവിടെ കണ്ടില്ലേ? അശുദ്ധ ലോഹം ചെരിഞ്ഞ ഫർണറാണ്. അതേപോലെ അത് അവിടെ വെച്ച് ചൂടാക്കും. അപ്പോൾ മാലിന്യങ്ങൾ അവിടെ തന്നെ നിൽക്കും. ദ്രവണാങ്കം കൂടിയ മാലിന്യങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിൽക്കും. ദ്രവണാങ്കം കുറഞ്ഞ ലോഹം, ടിന്ന്, ലെഡ് പോലുള്ള ലോഹങ്ങൾ എന്ത് ചെയ്യും? അത് ഉരുകി നേരെ താഴേക്ക് പാത്രത്തിലേക്ക് വരും. ഇങ്ങനെ നമുക്ക് ലോഹശുദ്ധീകരണം നടത്താം. അതാണ് ഉരുക്കി വേർതിരിക്കൽ എന്ന പ്രക്രിയ.
രണ്ടാമത്തേതാണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ. സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഈ രീതി ഉപയോഗിക്കുന്നു. അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിക്കുന്നു. ഈ ബാഷ്പം ഘനീഭവിച്ച് ശുദ്ധലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം. താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ ഏതൊക്കെ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയെ ശുദ്ധീകരിക്കുന്നതിനാണ് സ്വേദനം എന്ന രീതി ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കും. അപ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിക്കും. ഈ ബാഷ്പം എന്താവും? ഘനീഭവിച്ച് ശുദ്ധലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം. ഒന്നുകൂടി പറയാം. താരതമ്യേന കുറഞ്ഞ തിളനിലുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിനാണ് സ്വേദനം ഉപയോഗിക്കുന്നത്. സ്വേദനം എന്താണ്? അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കും. അപ്പോൾ ശുദ്ധലോഹം ബാഷ്പീകരിക്കും. ഈ ബാഷ്പം എന്ത് ചെയ്യും? ഘനീഭവിച്ചുകൊണ്ട് ശുദ്ധലോഹം വേർതിരിക്കും. ഇതാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം. അടുത്തതാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? നമ്മൾ മുമ്പ് പറഞ്ഞതാണ് എന്നുകൂടി. മൈക്കൽ ഫാരഡേ ആണ് വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത്. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും മൈക്കൽ ഫാരഡേ ആണ്. അപ്പോൾ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഒരു ചെറിയ കഷ്ണം ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡും ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യമായ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായും ആ ലോഹത്തിൻ്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായും എടുത്തുകൊണ്ട് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. കോപ്പറിനെ ശുദ്ധീകരിക്കാനാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം ഉപയോഗിക്കുന്നത്. കോപ്പറിനെ ശുദ്ധീകരിക്കാനാണ് വൈദ്യുത വിശ്ലേഷണ രീതി ഉപയോഗിക്കുന്നത്. ഒന്നും കൂടി പറയാം. എന്താണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ? ഒരു ചെറിയ കഷ്ണം ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായും അതുപോലെ ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യമടങ്ങിയ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായും ആ ലോഹത്തിൻ്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായിട്ടും എടുത്തുകൊണ്ട് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കും. ഈ പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. കോപ്പറിനെ ശുദ്ധീകരിക്കാനാണ് വൈദ്യുത വിശ്ലേഷണ മാർഗം ഉപയോഗിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. ശുദ്ധീകരിക്കേണ്ട കോപ്പർ ആനോഡ്, ശുദ്ധ കോപ്പർ കാഥോഡ്, H2SO4 ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനി. ഇങ്ങനെയാണ് എന്നിട്ട് വൈദ്യുതി കടത്തിവിട്ടുകൊണ്ടാണ് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ശുദ്ധീകരിക്കുന്നത്. ഇവിടെ നിർത്താം. ഇനി നമുക്ക് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം അങ്ങനെ കുറച്ച് ഭാഗം കൂടി ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അപ്പോൾ അത് വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നും ആവില്ല. അപ്പോൾ അത് നമുക്ക് നാളെ ചെയ്യാം. ഇതിപ്പോൾ ഇന്ന് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെങ്തി വീഡിയോ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് പഠിപ്പിച്ച് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാനിവിടെ ഈ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ നാളെ ചെറിയൊരു പാർട്ടായിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ ഒന്നും കൂടി സുഖമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.